അപ്പോൾ ഒരു സൂം വയ്ക്കുമ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ മാത്രം പറയാതെ, ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നുണ്ട് ഇതേ വന്ന് തള്ളു തുടങ്ങി. ഇപ്പം ഞാൻ കയറിയപ്പോഴും ഒരുപക്ഷെ ആൾക്കാർ പറയും അതെ തള്ളാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന്. ശരിയാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അത് തള്ളു തന്നെയാണ്. അവർ തൽക്കാലം ആ സൈഡിൽ നിൽക്കട്ടെ. എന്നാൽ മറ്റ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവവായുവാണ്. കാരണം ആത്മാർത്ഥതയോടെ ഹൈറിച്ച് ഏറ്റെടുത്ത ഒരാളും പറയില്ല നമ്മുടെ സൂം മീറ്റിങ്ങിൽ നടക്കുന്നത് തള്ളാണെന്നുള്ളത്. ആരും എന്തും പറഞ്ഞോട്ടെ, നമുക്ക് പരസ്പരം അറിയാം. ഒരു കാലത്ത് ദൈവമെന്ന് വിളിച്ച് വിശേഷിപ്പിച്ചിരുന്നവർ, ഒരു കാലത്ത് എൻ്റെ ലീഡറാണ് എനിക്കെല്ലാം എന്ന് തൊള്ള തുറഞ്ഞ് പരസ്യമായി ഏറ്റു പറഞ്ഞിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം മാറ്റി പറയുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ? കഴിഞ്ഞ 8-9 മാസം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിച്ചതാണ്, നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കണ്ടതാണ്. ഷമീനോട് പറഞ്ഞ പോലെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഡൽഹിയിലാണ്, ഞങ്ങൾ 3 പേരുണ്ട് ഇവിടെ. രാജധാനി അല്ലേ, രാജധാനിയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് കരുതിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ചിലരൊക്കെ ദിവാസ്വപ്നം കണ്ടിരുന്നു. ആ ലീഡർ പിണങ്ങിപ്പോയി, ഈ ലീഡർ കൈവച്ച് വിട്ടുപോയി, മറ്റൊരു ലീഡർ വേറൊരു കമ്പനി തുടങ്ങി, ഇനി 4ാമത് വേറൊരു ലീഡർ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെയുള്ള ലീഡർമാർ ഈ കമ്പനിയിലുണ്ട്. കാരണം അതുപോലത്തെ ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടിയേക്കുന്നേ. ഒപ്പം ചിലരൊക്കെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നടത്തിയപ്പോൾ പറഞ്ഞു, ആ ഷിബു എന്നൊരാളും പുതിയൊരു കമ്പനി തുടങ്ങി. യെസ്, എൻ്റെ കമ്പനിയാണിത്. ഈ കമ്പനിയിലൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹൈറിച്ച് എന്ന ഒരൊറ്റ കമ്പനി മാത്രം. ഇന്ന് ഈ നിമിഷം വരെ മറ്റൊരു കമ്പനിയെപ്പറ്റി ചിന്തിക്കുകയോ മറ്റൊരു കമ്പനി തുടങ്ങുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി വന്നപ്പോൾ ചില സുഹൃത്തുക്കൾ, അങ്ങനെ തന്നെ നമുക്ക് പറയാം അല്ല, ചില സുഹൃത്തുക്കൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഞങ്ങളെയല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും, ഈ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ 2 ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിക്കുന്ന ചെന്നായിയുടെ ഉദ്ദേശം നമുക്കറിയാം എന്തിനാണ്. ചെന്നായിക്ക് രക്തം കുടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ ചില ചെന്നായികൾ നമ്മളുടെ ഇടയിലും പുറത്തുമുണ്ടായിരുന്നു. അവർ പറഞ്ഞു ദേ ഇവരും പുതിയ കമ്പനി പോയി. ഫോട്ടോസ് കണ്ടപ്പോൾ ആൾക്കാർ കരുതി ശരിയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, വേറൊരു കമ്മ്യൂണിറ്റിക്ക് പോയിട്ടില്ല. ഇന്ന് ഹൈറിച്ച് എന്ന ഒരു വികാരത്തോടെയും ഒരു വിചാരത്തോടെയും മാത്രമാണ്, ഹൈറിച്ചിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി, അല്ലെങ്കിൽ ഹൈറിച്ച് പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കൊത്തിരി സന്തോഷം. നമ്മളെ നഖശിഖാന്തം എതിർക്കുന്ന ചിലരിപ്പത്തെ ഈ വീഡിയോയിൽ കയറിയിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആണത്തത്തെ വെല്ലുവിളിച്ച് വന്നിരുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു. അവൻ ആണാണെങ്കിൽ അങ്ങനെ കാണിക്കട്ടെ, അവൻ ആണാണെങ്കിൽ ഇങ്ങനെ കാണിക്കട്ടെ, അവർ പെണ്ണാണെങ്കിൽ അങ്ങനെ കാണിക്കട്ടെ. ഈ പറയുന്ന ആളുകൾ ഈ സൂമിൽ ഇപ്പം കയറിയിരിക്കുന്ന മറ്റൊരുത്തിൻ്റെ പേരില്ല. എല്ലാം മനസ്സിലായോ? ഈ പറയുന്നവർ സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ലാതെ ഈ സൂമിൽ ഇപ്പം കയറിയിരിക്കുന്ന വേറൊരുത്തിൻ്റെ പേരില്ല. എന്തിനാടോ? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചത് തന്നെയാണ് അല്ലേ? എന്തിനാ പറയുന്ന കാര്യങ്ങളിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വന്തം പേരിൽ വാ, ഞങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഇത് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ലോകത്തുള്ള പല സ്ഥലങ്ങളിലും 98 രാജ്യങ്ങളിൽ ഹൈറിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ആ 98 രാജ്യങ്ങളിലും ഇന്നും ഇരുന്ന ആൾക്കാർ കാണുന്നുണ്ട്. നമ്മുടെ ഓരോ യൂട്യൂബും ഓരോ മീറ്റിങ്ങുകൾ കഴിയുമ്പോഴും 20,000, 30,000, 40,000 ആളുകൾ കാണുന്നത് ഹൈറിച്ചിൻ്റെ മെമ്പേഴ്സാണ്. അല്ലാതെ 12 പേരെ വെച്ച് നിങ്ങൾ തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നെഗറ്റിവിറ്റി പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ വിളിച്ചു കയറ്റുന്ന പോലെയല്ല ഈ സംഭവം. മനസ്സിലായുമല്ലോ? ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ, ഞാനിത് പറയുന്നത് ഈ ഹൈറിച്ചിലെ സാധാരണക്കാരോടാണ്, ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഹൈറിച്ച് ഇല്ലാത്ത 10-12 പേരേ ഉള്ളൂ, ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ. കഴിഞ്ഞ ദിവസം ഒരാളുടെ വീഡിയോ ഒക്കെ നമ്മൾ കേട്ടാണ്, ഓഡിയോ നമ്മൾ കേട്ടാണ്, 1 ലക്ഷം രൂപ. ഇപ്പോൾ എന്നോട് പറഞ്ഞു ആ വീഡിയോ 12 മിനിറ്റ് പ്ലേ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, കണ്ടോ സത്യമായി പറയട്ടെ സഹോദരൻ, സത്യം തന്നെ അല്ലായിരുന്നോ? ഞാനതിൻ്റെ ആ പാർട്ട് മാത്രമേ എടുത്ത് കാണിച്ചുള്ളൂ ഇല്ലേ? അതിൻ്റെ ലാസ്റ്റ് പറയുന്നത് എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് തന്നെയല്ലേ? അല്ലേ? ഘോരം ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളിട്ട
വോയിസുകളെല്ലാം കൃത്യമായി അവിടെ എത്തുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഹൈറിച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നോക്കി നിൽക്കുന്ന നാണം കെട്ടവരോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഹൈറിച്ചിൻ്റെ കോമൺ ഗ്രൂപ്പായ ഹൈറിച്ചിൻ്റെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പായ ഹൈറിച്ച് ഇൻഫോ 1, 2, 3 നുഴഞ്ഞു കയറാൻ നോക്കുന്ന ആൾക്കാരാണ്. തൻ്റെ ഇടമുണ്ടെങ്കിൽ, ഈ പറയുന്ന ആണത്തം നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ആണത്തമുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു അഡ്മിനാണ്. സൗദിയിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, ദുബായിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വാട്സപ്പ് നമ്പറിൽ തൻ്റെ ഇടമുണ്ടോ കയറി വരാൻ? എന്നിട്ടാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നല്ലേ? എന്നിട്ടാണ് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് വാങ്ങി വെച്ചേരെ. ഓക്കെ, ഇവിടെ വലിയ നേതാക്കന്മാരുണ്ട്, ആത്മാർത്ഥതയുള്ളവർ, മനസ്സാക്ഷിയുള്ളവർ, കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവർ, അവരൊക്കെ ഈ കമ്പനിയിലുണ്ടെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഓക്കെ, ഒത്തിരി സന്തോഷം. ഞാൻ ഒത്തിരി സമയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയായി മാറും. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. നമ്മുടെ പ്രതാപൻ സാർ എത്രയും പെട്ടെന്ന് നമ്മുടെ കൂടേക്ക് എത്തും. നമ്മുടെ CEO നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ചിലരൊക്കെ ഒരു ദിവാസ്വപ്നം കണ്ടിരുന്നു, ഇതിൻ്റെ ലീഡേഴ്സ് എല്ലാം തമ്മിത്തല്ലി ഒന്ന് പിരിച്ചുപോയി. ഇവിടെ അടിയുണ്ടാകും, ഒരു സംശയവുമില്ല. കുടുംബത്തിൽ അടിയുണ്ടാകാറില്ലേ? ചേട്ടൻ അനിയന്മാർ തമ്മിൽ, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ, എന്നെ പിച്ചി എന്നെ മാന്തി അല്ലേ, ഇതൊക്കെ പറയാറില്ലേ? ആ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ അടിയുണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. ഈ ഹൈറിച്ച് കുടുംബത്തിൽ ഇവിടെ ഉണ്ടാകും എന്ത് പറയുന്നത് ആശയക്കുഴപ്പങ്ങൾ. പക്ഷേ അതിവിടെ തീരും. പുറത്തു കൊണ്ട് അലക്കാനുള്ളതല്ല, അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് CCTV വെച്ചുകൊണ്ട് നിങ്ങളാരും ഇരിക്കേണ്ടിരുന്നിട്ട് കാര്യമില്ല. 8-9 മാസമായാലും ഇരിക്കാൻ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടായോ? സത്യമുള്ളൊരു കമ്പനി അതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് ധൈര്യമായിരുന്നുള്ളൂ. കേസുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ഡേഷനെല്ലാം ഇപ്പം നിങ്ങളോട് പറയും. വളരെ സന്തോഷം ഈ ദിവസങ്ങളിൽ. ഇന്നലെ ഞങ്ങളിങ്ങോട്ട് പോരുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു. ഞങ്ങൾ ബോംബെയിലായിരുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നു. സത്യം പറഞ്ഞാൽ എന്നെ ഒത്തിരി ആഴത്തിൽ ചിന്തിപ്പിച്ചൊരു മെസ്സേജാണ്. ആ മെസ്സേജിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: സാറേ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ആളുടെ പേരൊക്കെ എനിക്കറിയാം, എൻ്റെ കോൺടാക്ട്സിലുള്ളതാണ്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഞാൻ ഉള്ളതയക്കുന്നു. എന്നിട്ട് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പേ ആണ്. നമ്മുടെ സലാഹുദ്ദീൻ സാറിൻ്റെ അക്കൗണ്ടിലേക്കാണെന്ന് തോന്നുന്നു. 100 രൂപയാണ് അദ്ദേഹം ഗൂഗിൾ പേ ചെയ്തേക്കുന്നത്. 100 രൂപ. ഇനി ഒരൊറ്റ കാര്യോട് ഞാൻ പറഞ്ഞോട്ടെ, ഇതാണ് ഹൈറിച്ചിൻ്റെ കരുത്ത്. ഇതാണ് ഹൈറിച്ചിൻ്റെ ആത്മാവും. നിങ്ങളിപ്പോൾ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, ലീഡേഴ്സ് എല്ലാവരും മാറി നിൽക്കുകയാണ്, ലീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് കിട്ടിയതാണ്. ആണോടോ, കോടികൾ ഹൈറിച്ച് തന്നു തന്നെയാണ്. ലക്ഷങ്ങളും കോടികളൊക്കെ ഹൈറിച്ച് തന്ന അത് കള്ളപ്പണമൊന്നുമല്ല. നിങ്ങൾ പറയുന്നല്ലേ ബാങ്ക് വഴിയാണ് ഹൈറിച്ച് തന്നത്. അതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആളുകളുടെ കൂടെ ആവശ്യത്തിന് ലക്ഷങ്ങൾ ഞങ്ങൾ ചെലവഴിച്ചിട്ടുമുണ്ട്. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തിലേക്ക്, ഈ കുടുംബാംഗങ്ങളിലേക്ക് വെറുതെ വന്ന് കയറാനായിട്ട് നോക്കേണ്ട, നടക്കൂല. എനിക്ക് എൻ്റെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. പൂർവാധികം ശക്തിയോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് നിൽക്കുക. പല ആളുകളും പലതും പറഞ്ഞു വരും. നമ്മുടെ കമ്പനിയിലെ മുൻ ലീഡേഴ്സ് വരും ഹൈറിച്ചിനെ പൂട്ടി. കാരണം ഹൈറിച്ച് ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഈ ദിവസങ്ങളിൽ അവരൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ടിപ്പം ഒരു പാലം ഇങ്ങോട്ടോണ്ടിരിക്കുക. എല്ലാവരും തിരിച്ചു വരും. നിങ്ങൾക്ക് വഴിതെറ്റത് എത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എനിവേ ഒത്തിരി സന്തോഷം. ഈ ഒരു ദിവസം നിങ്ങളുമായിട്ട് കാണാൻ പറ്റിയതിലും അടുത്ത ദിവസം ഒത്തിരി സന്തോഷ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്